മഹർഷിമാർ മാംസം കഴിക്കാറില്ല എന്നാണല്ലോ. എന്നാൽ വിശ്വാമിത്ര മഹർഷി ഒരിക്കൽ പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ട്. ഒരിക്കൽ 12 വർഷത്തിലേറെ കാലം തുടർച്ചയായി ഭൂമിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. കൊടും വരൾച്ചയും ദാരിദ്ര്യവും കാരണം വിശ്വാമിത്ര മഹർഷി തന്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് കടന്നുകളഞ്ഞു. വിശന്നു തളർന്ന അദ്ദേഹം കാട്ടിൽ ഒറ്റപ്പെട്ട് കണ്ട ഒരു കുടിലിൽ കയറി ഇത്തിരി ആഹാരം ചോദിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചണ്ടാളൻ ഭക്ഷണം നൽകിയില്ല. അവിടുത്തെ അടുക്കളയിൽ എന്തോ വേവിക്കുന്നത് മഹർഷി കണ്ടു. ചണ്ടാളൻ രാത്രി ഉറങ്ങാൻ പോയ സമയത്ത് മഹർഷി അടുക്കളയിൽ പോയി വേവിച്ച ഭക്ഷണം കഴിച്ചു. അത് പട്ടിയിറച്ചിയായിരുന്നു. സത്യത്തിൽ ചണ്ടാളൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലജ്ജിച്ചു പോയ വിശ്വാമിത്രൻ ചണ്ടാളനോട് ക്ഷമയാചിച്ചു. വിശപ്പിനു മുന്നിൽ ചണ്ടാളനെന്നോ ബ്രാഹ്മണനെന്നോ മഹർഷിയെന്നോ ഉള്ള വ്യത്യാസം ഇല്ലെന്നും എല്ലാവരും തുല്യരാണെന്നും അയാൾ പറഞ്ഞു. ഇതുകേട്ട വിശ്വാമിത്രൻ തനിക്ക് ആഹാരം തന്ന ഈ ചണ്ടാളൻ തന്നേക്കാൾ ജ്ഞാനമുള്ളവനാണെന്ന് മനസ്സിലാക്കി ചണ്ടാളനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നു പോയി.